ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ 11ാം എഡിഷനിൽ നിറം മങ്ങിയ തുടക്കമാണ് സൂപ്പർ ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് FC നടത്തിയിരിക്കുന്നത്. സീസണിൽ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC 1-2 പഞ്ചാബ് FCക്ക് മുന്നിൽ തോൽവി സമ്മതിച്ചു. അവസാന മിനിറ്റുകളിൽ വഴങ്ങിയ 2 ഗോളുകളായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ തോൽവിക്ക് കാരണമായത്. സ്വീഡിഷ് മുഖ്യ പരിശീലകൻ മിഖായിൽ സ്റ്റാറയുടെ ശിക്ഷണത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആദ്യ ISL മത്സരമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഏവരും ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട മത്സരം അവസാനം നിരാശ സമ്മാനിക്കുകയായിരുന്നു. അതേസമയം 2024-25 സീസണിൽ ഈസ്റ്റ് ബംഗാൾ ക്ലബും തോൽവിയോടെയാണ് തുടങ്ങിയത്. സീസണിൽ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ 0-1 ബംഗളൂരു FCക്ക് മുന്നിൽ തലകുനിച്ചു. സെപ്റ്റംബർ 22 ഈസ്റ്റ് ബംഗാൾ ക്ലബിനെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ അടുത്ത മത്സരം. പഞ്ചാബ് FCക്ക് എതിരെ ഇറങ്ങിയതിൽ നിന്ന് വ്യത്യസ്തമായ സ്റ്റാർട്ടിംഗ് 11 ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ ക്ലബിനെതിരെ ഇറക്കുക. കാരണം ആദ്യ തോൽവിയിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ബ്ലാസ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല, വീണ്ടും തോറ്റാൽ അത് ടീമിനെ മോശമായി ബാധിക്കും. ഒപ്പം കോച്ചിലുള്ള വിശ്വാസവും പതിയെ നഷ്ടപ്പെടാൻ തുടങ്ങും. മുൻ സീസണുകളെ അപേക്ഷിച്ച് സിംഗിൾ സ്ട്രൈക്കർ ആക്രമണമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FC പഞ്ചാബ് FCക്കെതിരായ മത്സരത്തിൽ പ്രയോഗിച്ചത്. ക്വാമ പെപ്രയായിരുന്നു സിംഗിൾ സ്ട്രൈക്കർ റോളിൽ ഉണ്ടായിരുന്നത്. ഈസ്റ്റ് ബംഗാളിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റാർട്ടിംഗ് 11-ൽ 2 പ്രധാന മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അസുഖബാധിതനായതിനാൽ കഴിഞ്ഞ കളി നഷ്ടമായ അഡ്രിയാൻ ലൂണ സ്റ്റാർട്ടിംഗ് 11-ൽ ഉൾപ്പെടും. അതുപോലെ പഞ്ചാബ് FCക്കെതിരെ പകരക്കാരനായി ഇറങ്ങി ടീമിന്റെ ഏക ഗോൾ നേടിയ ജെസ്യൂസ് ജെമിനസും സ്റ്റാർട്ടിംഗ് 11-ൽ ഉൾപ്പെടാനാണ് സാധ്യത. പ്രതിരോധ നിരയിൽ ചെറിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. 4-2-3-1 ശൈലിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FCക്കെതിരെ ഉപയോഗിച്ചത്. മിലോസ് ഡ്രിൻസിച്ച് സെന്റർ ഡിഫൻസിലും ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ അലക്സാന്ദ്രെ കോഫും അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ നോഹ സദാവി, സ്ട്രൈക്കർ റോളിൽ ക്വാമ പെപ്രെ എന്നിവരായിരുന്നു പഞ്ചാബ് FCക്ക് എതിരെ അണിനിരന്ന വിദേശ കളിക്കാർ. ജെസ്യൂസ് ജെമിനസ് ക്വാമ പെപ്രയ്ക്ക് പകരം എത്തും. അഡ്രിയാൻ ലൂണ വരുമ്പോൾ മിലോസ് ഡ്രിൻസിച്ചാണോ അതോ കോഫ് ആണോ പുറത്തിരിക്കേണ്ടി വരിക എന്നതും കണ്ടറിയണം. കാരണം നോഹ സദോവി സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാകും എന്ന് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ മിലോസ് ഡ്രിൻസിച്ചിനു പകരം ഹോമിപാം റുയിവയോ അലക്സാന്ദ്രെ കോഫിന് പകരം ഡാനിഷ് ഫറൂഖ് ബട്ടോ സ്റ്റാർട്ടിംഗ് 11-ൽ ഉൾപ്പെടും. ഇങ്ങനെയെങ്കിൽ സച്ചിൻ സുരേഷ്, സന്ദീപ് സിംഗ്, പ്രീതം കോട്ടൽ, മിലോസ് ഡ്രിൻസിച്ച് അല്ലെങ്കിൽ റുയിവ ഹോമിപാം, മുഹമ്മദ് സഹീബ്, ഫ്രെഡി ലാലാമാവ, അലക്സാന്ദ്രെ കോഫ് അല്ലെങ്കിൽ ഡാനിഷ് ഫറൂഖ്, രാഹുൽ KP, അഡ്രിയാൻ ലൂണ, നോഹ സദാവി, മുഹമ്മദ് ഐമൻ, ജെസ്യൂസ് ജെമിനസ് എന്നിവർ ഉൾപ്പെട്ടതാകും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത സ്റ്റാർട്ടിംഗ് 11.